കോടമഞ്ഞും കാർമേഘവും ഒരുപോലെ മൂടിയാലും മനം മയക്കുന്ന കാഴ്ചകൾ, മനസ്സും ശരീരവും ഒരുപോലെ തണുപ്പിക്കുന്ന കാലാവസ്ഥ, കോഴിക്കോട് ജില്ലയെ മൊത്തത്തിൽ കാണാവുന്ന വ്യൂ പോയിന്റ്. താമരശ്ശേരി ചുരത്തെ വിശേഷിപ്പിക്കാനൊരുങ്ങിയാൽ വാക്കുകൾ സ്വയം തോൽവി സമ്മതിക്കും. പക്ഷേ മാനമൊന്നു കറുക്കും മുന്നേ ആ വഴിയടയും. വാഹനങ്ങളൊന്നിനു പിഴച്ചാൽ ആ വഴി സ്വപ്നമാകും. ആനക്കാംപൊയിൽ വഴി മേപ്പാടിയിലേക്ക് നിലവിലെ 40 കിലോമീറ്റർ ദൂരം 22 കിലോമീറ്ററായി ചുരുങ്ങും. കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ മറ്റൊരേട്. കടമ്പകൾ പലത് കടന്നു. മറ്റു വികസന പദ്ധതികൾ പോലെ പ്രതിഷേധങ്ങളോ പിന്തിരിപ്പൻ നയങ്ങളോ ഈ പാതയുടെ കാര്യത്തിലുണ്ടായില്ല. കുടിയേറ്റ ജനതയുടെ പതിറ്റാണ്ടുകൾ നീണ്ട ആവശ്യമാണത്. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഏറെയുണ്ടായിട്ടും കേരളത്തിലെ ഏറ്റവും വലിയ തുരങ്കപാതയുടെ കാര്യത്തിൽ എല്ലാവരും ഒന്നിച്ചു നിന്നു. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തെ പ്രഖ്യാപനമാണ്. 2020 തുടങ്ങിവെച്ച പദ്ധതി പരിസ്ഥിതി ദുർബല പ്രദേശമെന്ന ചൂണ്ടിക്കാട്ടലിൽ പലവരും പതുങ്ങി. 34.1 ഹെക്ടർ വനഭൂമിയുടെ അടിയിലൂടെ 8.73 കിലോമീറ്റർ നീളുന്ന സ്വപ്നപാത. കോഴിക്കോട്ടു നിന്നും മലപ്പുറത്തു നിന്നും കർണാടകയിലേക്കെത്താനുള്ള പ്രയാസമകലും. $2134 കോടി രൂപയുടെ പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ കാർഷിക വ്യാപാര മേഖലയുടെ മുഖച്ഛായ മാറുമെന്ന് നിശ്ചയം. പ്രകൃതി രമണീയമായ പ്രദേശത്തുകൂടി കടന്നുപോകുന്ന പാത കേരളത്തിന്റെ ടൂറിസം സ്വപ്നങ്ങൾക്കും കുതിപ്പേകുന്നതാണ്. പക്ഷേ അതീവ ദുർബലമായ പ്രകൃതി വെല്ലുവിളിയാണ്. മണ്ണിന്റെ ഓരോ ചലനവും സസൂക്ഷ്മം വീക്ഷിക്കണം. നിർമ്മാണവേളയിൽ ഭൂമിയിൽ ഒരു കുലുക്കവും അനുഭവപ്പെടരുത്. പാത കടന്നുപോകുന്നതിന് സമീപം 4 ഉന്നതികളുണ്ട്. അവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ സ്വാഭാവിക ജീവിതത്തിന് ഒരു തരത്തിലും ഇളക്കം സംഭവിക്കരുത്. കർശനമായ 60 നിബന്ധനകളുണ്ട്. അതെല്ലാം പാലിച്ചാലും പ്രഥമ ദൃഷ്ട്യാ തന്നെ ഉള്ളിൽ ആശങ്കയുയർത്തുന്നതാണ് തുരങ്കപാത. എന്നാൽ ആവർത്തിക്കുന്ന ദുരിതങ്ങളിൽ നിന്നും ഉയരുന്ന ദൃഢമായ ആവശ്യം ആ ആശങ്കയെല്ലാം മറികടന്ന് ഏറെ കുതിക്കും. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.